ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടല്ലോ, അതിനകത്ത് പുതിയ കുറച്ച് റൂളുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ബഡ്ജറ്റിൽ വന്നൊരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞു. ടാക്സിന്റെ സ്ലാബ് 20-ന്ന് 12.5 ആയി. അപ്പോൾ നമ്മളെ പോലെയുള്ള ഈ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫിയർ ഉണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞത് നമുക്ക് പിന്നെ ഒരു വാല്യുവേഷൻ വിൽക്കുമ്പോൾ കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ ചോദ്യത്തിന് ആക്ച്വലി രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഫസ്റ്റ്, ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ഇൻഡെക്സേഷൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു റിട്ടേൺ 15% പെർ ഇയർ എന്ന് വിചാരിക്കുക. ഇൻഫ്ലേഷന്റെ അത് 6% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 20 ഇയേഴ്സിലേക്ക് നമ്മൾ ഈ പെർട്ടിക്കുലർ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയോ നമ്മുടെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് വിൽക്കണ സമയത്ത് ഈ 15 - 6% ആണ് നമുക്ക് ആക്ച്വലി ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. ഇതിനാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ആ ബഡ്ജറ്റ് ഡേക്ക് മുമ്പ് നമ്മൾ വാങ്ങിച്ചേക്കുന്ന പ്രോപ്പർട്ടിക്ക് ആണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് ഇപ്പോഴും എടുക്കാമെന്നൊരു അമെന്റ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 20% 12.5% കുറച്ചിട്ടുണ്ട്. അത് ശരിക്കും റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം മുമ്പ് സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വീടും ഫ്ലാറ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊരു ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നവാസിക്ക് തന്നെയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കണം എന്ന് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കും. മുമ്പ് 20% ടാക്സ് അടക്കണമായിരുന്നു, ഇപ്പോൾ 12.5% ടാക്സ് അടച്ചാൽ മതി. അപ്പൊ അത് ഈ സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരാനായിട്ടുള്ള നല്ലൊരു പ്രോബബിലിറ്റി ഇതിനകത്ത് ഉണ്ട്.